ഹായ് ഗൈസ്, എന്തൊരു വെയിലാണ് എൻ്റെ അമ്മച്ചി. ഒരു തരത്തിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ചൂടാണ്. രാവിലെ 9 മണിക്ക് ശേഷം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പതിവില്ലാണ്ട് ലീവ് എടുത്തിട്ട് ഞാൻ പുറത്തൊന്ന് പോയതാണ്. പോയിട്ട് വന്നിട്ട് ഞാൻ ഒരു ബക്കറ്റ് വെള്ളമാണ് മുഖത്തോടെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഒഴിച്ചിട്ടും എനിക്ക് മതിയാവണില്ല. അതുപോലെ ഹീറ്റാണ് ഫേസ്. നമുക്ക് വെള്ളം ഒഴിക്കും തോറും ഇങ്ങനെ ഈ തീക്കട്ടയിലേക്ക് വെള്ളം ഒഴിക്കണം, അതേ ഒരു ഫീലാണ്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എന്തായാലും നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ എടുത്ത് തട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് അടുക്കളയിൽ ചെന്നിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇതേണ്ട നമ്മുടെ കടലമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഒരു 2-3 സ്പൂൺ കടലമാവ് അങ്ങോട്ട് എടുത്ത് തട്ടി. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഭയങ്കര ട്രെൻഡി ആയിട്ടൊരു ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാക്ക് കൂടിയാണിത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇല്ലേ പോലും ഇതിലുള്ള പല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പല പാക്കുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി എനിക്ക് ഒരുപാട് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ ഫേസിന് ഓൾറെഡി ഒരു മഞ്ഞപ്പ് നിറഞ്ഞ കളറായതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഞാൻ കഴിവതും ഒഴിവാക്കും. എന്നാലും കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ തൈര് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ തേൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങണ തേനാണ്. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഈ നല്ല നാച്ചുറലായിട്ടുള്ള തേനുണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു, അത് തീർന്നു പോയതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു തേനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേനും തൈരും മഞ്ഞളും കാപ്പിപ്പൊടിയും പഞ്ചസാരയും കടലമാവും എല്ലാം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ആകുമ്പോൾ ആ തൈര് ഒഴിക്കുന്നതാണ് കേട്ടോ ഈ ഒരു തിക്നെസ്. നമുക്ക് ഒരുപാട് ലൂസാവാതെ അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക തിക്കാവാതെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഫേസൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത്, പക്ഷേ എൻ്റെ ബിന്ദി പൊട്ടെടുത്ത് മാറ്റാൻ മറന്നുപോയി. പിന്നെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, പക്ഷേ എന്തോ കളയണ്ട, അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൊന്നുംകുടം അല്ലാത്തതുകൊണ്ട് പൊട്ട് വേണമല്ലോ. അപ്പോൾ എന്തായാലും അതവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഒരു കുഞ്ഞു പൊട്ടല്ലേ, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ പാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പാക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അനിയൻ്റെ വൈഫ്, എൻ്റെ മോള്, അമ്മ എല്ലാവരും ഇത് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചൂടായതുകൊണ്ട് എല്ലാവർക്കും അത് ഭയങ്കര ആശ്വാസമായി. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നല്ല മസാജ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കാപ്പിപ്പൊടി ഉള്ളതുകൊണ്ട് കാപ്പിപ്പൊടി നല്ല തരിതരിയാണ്, നല്ലൊരു സ്ക്രബ് ആണ് കാപ്പിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപാടങ്ങ് ഫേസിലിട്ട് തേച്ച് വരച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഡാമേജ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വിരലുകൊണ്ട് പതുക്കെ ചെയ്യണത്. ഒരു 15 to 20 മിനിറ്റ് നമ്മുടെ മുഖത്ത് വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് പാക്കിട്ടാലും അങ്ങനെ ശ്രദ്ധിക്കുക, ഉണങ്ങാൻ സൂക്ഷിക്കുക. ഇനി ഇൻ കേസ് നമുക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലൊന്ന് വെള്ളം നനയ്ക്കുകയോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക, ഇങ്ങനെയുള്ള പാക്കും